നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. GST വകുപ്പിലും പവർ ഗ്രൂപ്പ് ഉണ്ടോ? മന്ത്രിയെ നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘം എന്ന ചില വാർത്തകൾ പുറത്തുവരുന്നു. സംസ്ഥാന GST വകുപ്പ് നിശ്ചലാവസ്ഥയിലാണ്. സംസ്ഥാന വരുമാനത്തിന്റെ 80% പ്രതിനിധാനം ചെയ്യുന്ന വകുപ്പിൽ 200-ലധികം ഉയർന്ന തസ്തികകൾ ഒഴിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ മാസങ്ങൾ 6 2 ജോയിന്റ് കമ്മീഷണർമാർ കഴിഞ്ഞ മെയ് 31-ന് വിരമിച്ചിരുന്നു. ഇതുകൂടാതെ 40ഓളം ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ തസ്തികയും ഒഴിഞ്ഞു കിടക്കുകയാണ്. 60ഓളം ഓഫീസർ തസ്തികയും 100ഓളം ഇൻസ്പെക്ടർ തസ്തികയും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടും ഇതുവരെ GST വരുമാനത്തിൽ 2%-ലധികം വർധനവ് നേടാൻ സാധിക്കാതിരുന്നിട്ടും ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ പ്രമോഷൻ വഴി അർഹരായവരെ നിയമിച്ച് നികുതി പിരിവ് ഊർജിതമാക്കാൻ വകുപ്പ് മന്ത്രി തയ്യാറാകാത്തത് തന്നെ സംശയാസ്പദമാണ്. വകുപ്പിലെ സ്ഥലമാറ്റങ്ങൾ 2017-ലെ സർക്കാർ ഉത്തരവിന് വിധേയമായി സ്പാർക്ക് അധിഷ്ഠിത ഓൺലൈൻ സൗകര്യത്തിലൂടെ മാത്രമേ നടത്താവൂ എന്നും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഇടക്കാല വിധിയുള്ളതിനാൽ വകുപ്പിൽ തോന്നുംപടിയുള്ള സ്ഥാനമാറ്റങ്ങൾ നടക്കില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കാരണം ഇപ്പോൾ പ്രമോഷൻ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുമില്ല. ഒഴിവുള്ള തസ്തികകളിൽ പ്രമോഷനിലൂടെ ആളുകളെ നിയമിക്കുന്നതിന് തടസ്സമില്ലെങ്കിലും ഒഴിവ് നികത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല. വകുപ്പിലെ തോന്നുംപടിയുള്ള സ്ഥലമാറ്റത്തിന്റെ പേരിൽ നികുതി സെക്രട്ടറിയും കമ്മീഷണറും പ്രതിയായ കേസ് ലോകായുക്തയിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇതുകൂടാതെ പട്ടികജാതി കമ്മീഷന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെയും കോടതിയലക്ഷ്യ നടപടികളിൽ നിന്നും നികുതി വകുപ്പ് കമ്മീഷണർ മാപ്പ് പറഞ്ഞ് തടിയൂരുകയും ചെയ്തു. വകുപ്പിലെ സ്ഥലമാറ്റങ്ങളിൽ ഇടത് സംഘടനകളുടെ സമ്മർദ്ദത്തിന് പുറമെ മന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രമുഖനും നികുതി വകുപ്പ് സ്പെഷ്യൽ കമ്മീഷണറും സർവീസിൽ നിന്ന് വിരമിച്ച ചില ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഉപജാപക സംഘവും ചേർന്നാണ് നിയന്ത്രിക്കുന്നത്. തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ജീവനക്കാരെ മാനദണ്ഡം പാലിക്കാതെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റും. വനിതകൾക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും പോലും ഇപ്പോൾ GST വകുപ്പിൽ രക്ഷയില്ല. സമയബന്ധിതമായി പ്രമോഷൻ നടത്തുകയും അടിയന്തരമായി ഓൺലൈൻ ട്രാൻസ്ഫർ സംവിധാനം ഏർപ്പെടുത്തുകയും വേണമെന്നാണ് ജീവനക്കാരിൽ ഭൂരിഭാഗവും ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതിന്റെ പിന്നിൽ എന്താണെന്നും ഏത് പവർ ഗ്രൂപ്പാണ് നിയന്ത്രിക്കുന്നതെന്നുമാണ് ഇനി അറിയാനുള്ളത്.